മാഷെ, ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി സ്ഥാനമേറ്റു. ആ ഏറ്റ സമയത്ത് ലോക രാജ്യങ്ങളിലെ പല നേതാക്കന്മാരും വിദേശകാര്യമന്ത്രിമാരും പല പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ പങ്കെടുത്തു. പക്ഷേ കേരളത്തിലെ നിലവിളി മുഴുവൻ, BJP യും RSSും അല്ലാത്ത ആളുകളുടെ നിലവിളി മുഴുവൻ മോദിയെ വിളിച്ചില്ല, മോദിയെ അപമാനിച്ചുകൊണ്ട് അംബാനിയെ വരെ വിളിച്ചു. മോദി പുറത്തും അംബാനി അകത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്തയൊക്കെ വന്നിരുന്നു. എന്തുകൊണ്ടാണ് മോദി പോകാത്തത്, വിളിക്കാത്തത് കൊണ്ട് പോകാത്തതല്ല, അതിൻ്റെ ഒരു രീതി എന്താണ്, ഇന്ത്യയുടെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മോദിയും അമേരിക്കയും അല്ലെങ്കിൽ ട്രംപും മോദിയും തമ്മിലുള്ളൊരു ദൃഢമായ ബന്ധം, അത് ഏത് തരത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്? ഈ അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും അതിൻ്റെ ഫലങ്ങൾ വന്ന സമയത്തും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും വളരെ കൗതുകത്തോടുകൂടി അതിനെ കാണുകയാണ് ചെയ്തത്. കാരണം നമ്മളുടെ ഒരു നല്ല ജനഭ്യക അല്ലെങ്കിൽ നല്ലൊരു ജനസംഖ്യ അമേരിക്കയിലുണ്ട് എന്നുള്ളതായിരുന്നു നമുക്കറിയാവുന്നതാണ്. അമേരിക്ക പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു, വളരെ കൂടുതലായിട്ട്. അത് അവരുടെ ഹ്യൂമൻ റിസോഴ്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. നമുക്കത് യഥാർത്ഥത്തിൽ നമ്മളുടെ തലച്ചോറിന് വലിയ ചോർച്ച സംഭവിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള എഞ്ചിനീയർമാർ, അതുപോലെ ഡോക്ടർമാർ, ശാസ്ത്രജ്ഞന്മാർ, അവരൊക്കെ അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുകയും അവരുടെ ഊർജം, അവരുടെ ബൗദ്ധികമായിട്ടുള്ള സമ്പത്ത് അതൊക്കെ അമേരിക്കയ്ക്ക് നൽകി അമേരിക്കയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. നമ്മളുടെ പല ദേശീയ നേതാക്കളും അതുകൊണ്ട് തന്നെ അതിനെ എതിർത്തിരുന്നു എന്നുള്ളതായിരുന്നു നമുക്കറിയാം. അത് ബ്രെയിൻ ഡ്രോപ്പ് എന്ന നിലക്ക് തന്നെ നമ്മളന്ന് പരിഗണിച്ചിരുന്നതാണ്. പക്ഷേ അമേരിക്കയ്ക്ക് അതുകൊണ്ട് വലിയ നേട്ടങ്ങളുണ്ട്. ഇപ്പോഴും അമേരിക്കയിലെ പ്രമുഖമായിട്ടുള്ള ശാസ്ത്ര മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നതിൽ വളരെയധികം ഇന്ത്യക്കാരുണ്ട്, മലയാളികൾ ഉണ്ട് എന്നുള്ളതായിരുന്നു നമുക്കറിയാം. നമ്മളുടെ കേരളത്തിലുണ്ടായിരുന്ന ഡോക്ടർ സുദർശനെ അവിടുത്തെ സർവകലാശാല സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അതേപോലെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അവർ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടിരുന്ന, നമുക്കറിയാം, പ്രകാശ കണങ്ങളെ ഓടിത്തോൽപ്പിച്ച ടാപ്പിയോണുകളെക്കുറിച്ച് ആണ് അദ്ദേഹം ഗവേഷണം നടത്തിയത്. പക്ഷേ അദ്ദേഹം അത് കണ്ടുപിടിച്ചെങ്കിൽ പോലും അതിൻ്റെ ഫലം അദ്ദേഹത്തിന് ലഭിച്ചില്ല. അതിൽ നോബൽ സമ്മാനം കിട്ടിയത് ആളുകൾക്കായിരുന്നു. ഇന്ത്യക്കാരനായ അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് കടന്നു കയറാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പല രീതിയിലും ഇന്ത്യക്കാർ അമേരിക്കയെ സമ്പുഷ്ടമാക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ്. നമ്മൾ കൂട്ടമായിട്ട് അങ്ങോട്ട് പോകണ്ട എന്ന് തീരുമാനിച്ചാൽ അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടം തന്നെയായിരിക്കും. അതുകൊണ്ട് എന്നും അമേരിക്ക ഇന്ത്യയുടെ സുഹൃത്തായിരുന്നു. ട്രംപ് വരുന്ന സമയത്ത് അതിന് വലിയ പ്രതീക്ഷകളുടെ ചിറകളിങ്ങനെ മുളച്ചു എന്നുള്ളത്. കാരണം ട്രംപും മോദിയും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം, സൗഹൃദം വളരെ വലുതാണ് എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് രാഷ്ട്ര നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശനം നടത്തിയ വേളയിലൊക്കെ വ്യക്തമാക്കപ്പെട്ടത്. ഇതൊരു പ്രതീക്ഷയും പ്രത്യാശയുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ ആ പ്രതീക്ഷകൾക്ക് പ്രത്യാശകൾക്ക് വലിയ പ്രസക്തിയില്ല എന്ന് തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ നടന്നത്. അവിടെ നമ്മളിപ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അനധികൃതമായി, ഇല്ലീഗലായി അമേരിക്കയിലേക്ക് വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും പോകണം എന്ന നിലപാടാണ് ആരെടുക്കുന്നത്? ട്രംപ് എടുക്കുന്നത്. ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുതന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 17,000-ലധികം ആളുകൾ അനധികൃതരായിട്ട് അവിടെ കുടിയേറി താമസിക്കുന്നുണ്ട്. അവരെ പുറത്താക്കും. അത് ഇന്ത്യക്കാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അതിലൊക്കെ മറികടക്കാനായിട്ട് നമുക്ക് കഴിയും എന്ന പ്രതീക്ഷ നിലനിൽക്കുന്നത് ഈ ട്രംപും മോദിയും തമ്മിലായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള മാവിനികളിലാണ് യഥാർത്ഥത്തിൽ ട്രംപ് മോദിയെ വിളിച്ചില്ല, എന്നാൽ അംബാനിയെ വിളിച്ചു എന്നൊക്കെ പറയുന്നതായിട്ടുള്ള സംഭവങ്ങൾ വരുന്നത്. ശരിയാണ്, അംബാനി അവിടെ ഉണ്ടായിരുന്നു. നിത അംബാനിയുടെ പടം നമ്മൾ കണ്ടതാണ്. അംബാനിക്ക് വലിയ തരത്തിൽ അംഗീകാരം ലഭിച്ചാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വളരെ ഗൗരവത്തോടെ നമ്മൾ പരിശോധിക്കേണ്ടത് രണ്ട് മേഖലയിലായിരുന്നു. ഒന്ന്, ഇന്ത്യയെ സാധാരണ രീതിയിൽ മറ്റ് രാഷ്ട്രത്തലവന്മാരുടെ അവരുടെ അധികാര ആരോഹണം നടക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിൽ പങ്കാളിത്തം കാണിക്കുക എന്നുള്ളത് നമ്മുടെ രീതി. ആ രീതി എന്ന് പറയുന്നത്
നമ്മളുടെ പ്രധാനമന്ത്രി നേരെ അതിൽ പോയി പങ്കെടുക്കാറില്ല എന്നുള്ളതാണ്. പകരം പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ വിദേശകാര്യ സെക്രട്ടറിയോ ഒക്കെ എന്ത് ചെയ്യും, അതിൻ്റെ പ്രതിനിധിയായിട്ട് പറഞ്ഞേക്കും. ഇപ്പോഴും സംഭവിച്ചത് അത് തന്നെയാണ്. അതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനകത്തില്ല. പക്ഷേ രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ എടുത്തു വെക്കാവുന്നതാണ്. അതുകൊണ്ട് അവരെടുത്തു വെക്കുന്നു, അതുകൊണ്ട് പ്രചരണം നടക്കുന്നു. അത്രമാത്രമേ നമ്മളതിനകത്ത് കണക്കാക്കേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യത്യസ്തമായിട്ട് ആ കാര്യത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവിടെ രാഷ്ട്രീയമാണ് ഈ പ്രശ്നത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത്. പക്ഷേ അംബാനിക്ക് പ്രാമുഖ്യമുണ്ട്, പ്രാധാന്യമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ട്രംപാണോ ലോകത്തെ ഏറ്റവും വലിയ അധികാര ശക്തി? പെട്ടെന്ന് നമുക്കങ്ങനെ തോന്നും. കാരണം ലോകം ഭരിക്കുന്ന അമേരിക്കയാണ്. ആ ലോകം ഭരിക്കുന്ന അമേരിക്കയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ട്രംപാണ്. അപ്പോൾ ട്രംപിന് ലോകത്തെ ഏറ്റവും കൂടുതൽ അധികാരമുള്ള വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ ഈ നമ്മളെ ഇന്നത്തെ രാഷ്ട്രീയ ചിന്തകരും രാഷ്ട്രീയ തത്വജ്ഞാനികളും ഒക്കെ ഇതിനെ വിലയിരുത്തുന്ന സമയത്ത് അവർ പറയുന്നത് ട്രംപല്ല ഏറ്റവും വലിയ അധികാരി എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുതരം ബൈഡൻ നേരത്തെ പറഞ്ഞ ഒരു വാചകമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഉയർന്ന സാങ്കേതിക വ്യാവസായിക ലോബിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ടെക്നോ ഇൻഡസ്ട്രിയൽ സിസ്റ്റം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കണ്ണിയാണ് ആര്? അംബാനി. അംബാനി എന്ന് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ്റെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ചരടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കമ്പനികളുടെ നെറ്റ്വർക്കാണ് ലോകത്തെ മുഴുവനായിട്ട് ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണ് കാണേണ്ടത്, നമ്മൾ എന്താണ് തിന്നേണ്ടത്, നമ്മൾ എന്ത് വസ്ത്രമാണ് എടുക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നെല്ലാം പറയുന്ന തരത്തിൽ നമ്മളുടെ അഭിപ്രായത്തെ പോലും രൂപപ്പെടുത്തിയെടുക്കുന്നത് ഈ ടെക്നോ ഇൻഡസ്ട്രിയൽ സിസ്റ്റമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് നിയന്ത്രിക്കുന്ന ആരാണ്? അത് നിയന്ത്രിക്കുന്നത് ലോകത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള മൾട്ടിനാഷണൽ കോർപ്പറേഷനാണ്. ആപ്പിളും മൈക്രോസോഫ്റ്റും ഒക്കെ അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നതാണ്. ചൈനയിലാണെന്ന് വെച്ചാൽ അലിബാബ എന്ന് പറയുന്നതായിട്ടുള്ള കമ്പനി, ജർമ്മനിയിൽ അതേപോലെ ജപ്പാനിൽ ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും പ്രമുഖമായിട്ടുള്ള കമ്പനികളുണ്ട്. ആ കമ്പനികളുടെ ഒരു നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിൻ്റെ ഒരു പാർട്ടാണ് ആര്? അംബാനി. അതുകൊണ്ടാണ് അംബാനിക്ക് എത്രമാത്രം പ്രാമുഖ്യം ലഭിച്ചിരിക്കുന്നത്. അംബാനിക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മൾട്ടിനാഷണലുകൾക്കും ആ തരത്തിലുള്ള പ്രാമുഖ്യവും പ്രാധാന്യവും ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റതിലൊരു പ്രസക്തിയുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അങ്ങനെയുള്ള ആ ബന്ധം, അതായത് ട്രംപും മോദിയും തമ്മിൽ ഉള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് നാളെ എങ്ങനെയായിരിക്കും ഇന്ത്യക്ക് ഗുണകരമായി തീരുക എന്നുള്ളത് കാത്തിരുന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാനതിൽ കാണുന്നൊരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ട്രംപ് എന്ന് പറയുന്നത് വലിയ ഒരു സ്വേച്ഛാധിപതി എന്ന നിലക്ക് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. മോദിയും അതിന് സമാനമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നതാണ്. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് സ്വേച്ഛാധിപതികളുടെ ലോകമാണ്. എന്നുവെച്ചാൽ പവർഫുൾ ഇൻഡിവിജ്വൽസിൻ്റെ ലോകമാണ് ഇന്നത്തെ ലോകം. അവിടെ മോദിയും അതേപോലെ തന്നെ ട്രംപും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാനുള്ള സാധ്യതയല്ല ഞാൻ കാണുന്നത്, അത് ദൃഢമാകാനാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ ബന്ധം റഷ്യൻ പ്രധാനമന്ത്രിയായ പുതിനും അതേപോലെ തന്നെ ട്രംപും തമ്മിലുണ്ട്. അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷേ ട്രംപിനത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവർ തമ്മിലുള്ളതായിട്ടുള്ള സൗഹൃദം കൂടുതൽ ശക്തമാകുന്നത്. അത് ചൈനയുമായിട്ടും ഉണ്ടാകാം. പക്ഷേ വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും മോദി തയ്യാറല്ല. ചൈനയ്ക്കെതിരെ കടുത്ത നിലപാടെടുക്കും എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ചൈനയ്ക്കും കാനഡയ്ക്കുമെതിരായിട്ട് വലിയ ടാക്സ് എന്നുവെച്ചാൽ സാധനങ്ങൾ അങ്ങോട്ട് അമേരിക്കയിലേക്ക് ഇവർ കയറ്റി അയക്കുമ്പോൾ അതിന് വലിയ ഇമ്പോർട്ട് ഡ്യൂട്ടി അടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന ഇടപെടാനും അവിടെ അതിൻ്റെ പ്രശ്നങ്ങൾ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ മാറ്റാനുമൊക്കെ അയാൾ തീരുമാനിക്കുകയും അവരുമായിട്ടുള്ള ഉടമ്പടി തന്നെ ക്യാൻസൽ ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ആ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ രീതികളിലും അമേരിക്കയുടെ താല്പര്യമായിരിക്കും ട്രംപിൻ്റെ മുൻപിൽ ഉയർന്നു വരിക. എന്നാൽ ഇതിനിടയിലെല്ലാം തന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ട് ബന്ധം പുലർത്തുന്നതായിട്ടുള്ള ലോക നേതാക്കൾക്ക് ഒരു വോയിസ് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോദിക്കും ഒരു വോയിസ് ഉണ്ടാകാം. പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം പരിഗണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയായിരിക്കും ആ സാധനങ്ങളൊക്കെ പരിഗണിക്കപ്പെടുക വരാൻ പോകുന്ന കാലത്ത്. കാരണം ഇത് പഴയ ഒരു ലോകത്തിൻ്റെ ഭൂമികയിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇവിടുത്തെ ഈ വിഷയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി. ലോകരാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ട്രംപ് കടന്നു വന്നതിന് ശേഷം അദ്ദേഹം ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് നഷ്ടം വരുന്നതായിട്ടുള്ള ഒരു കാര്യത്തിനും ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
അമേരിക്കനിസമാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഈ സൗഹൃദ ബന്ധങ്ങളിലൂടെ പല കാര്യങ്ങളും നിർവഹിക്കാനായിട്ട് കഴിയും. പുടിനുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ യുക്രൈൻ യുദ്ധത്തെ അവസാനിപ്പിച്ചേക്കും. അപ്പോൾ നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാം. മോദിയും അതേപോലെ തന്നെ ട്രംപും തമ്മിലുള്ള സൗഹൃദ ബന്ധം ഇന്ത്യക്ക് എങ്ങനെ ഗുണകരമായിട്ട് മാറിത്തീരും, അതിന് മാറാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്? കൂടുതൽ പ്രതീക്ഷയോടെ നമുക്കത് കാത്തിരിക്കാം. തീർച്ചയായിട്ടും.